ഇന്ത്യയിലേക്ക് വന്നാൽ കൊന്നുകളയുമെന്നാണ് ധ്രുവ് രാഠിയെ നോക്കി സംഘപരിവാർ ഭീഷണിപ്പെടുത്തിയത്. വെല്ലുവിളി വന്ന പിറ്റേ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് തൻ്റെ ഫേസ്ബുക്കിൽ. അതും ഇന്ത്യ ഗേറ്റിന് മുൻപിൽ നിന്ന്. സംഘപരിവാറിൻ്റെ മുഖത്തേറ്റ കനത്ത അടിയായിരുന്നു ആ ഒരു ദൃശ്യം. സംഘപരിവാറിൻ്റെ മുമ്പിൽ മുട്ടുവളയ്ക്കാത്ത സംഘപരിവാറിൻ്റെ പേടി സ്വപ്നമായ ധ്രുവ് രാഠി ആരാണ്? എന്തുകൊണ്ടാകും അയാളെ മോദിയും കൂട്ടരും ഇത്ര ഭയക്കുവാനുള്ള കാരണം? ആ കാരണമാണിത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ് പേജുകളുമാണ് അയാളുടെ കരുത്തെങ്കിൽ മോദിയുടെയും സംഘപരിവാറിൻ്റെയും ഭയവും അയാളുടെ അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. ധ്രുവ് രാഠി എന്ന യൂട്യൂബർ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സുമുള്ള ആൾ. ലോകരാഷ്ട്രീയവും പരിസ്ഥിതിയുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാട്ടുതീ പോലെ പെട്ടെന്ന് തന്നെ പടരും. കാഴ്ചക്കാർ മികച്ച അഭിപ്രായങ്ങൾ പങ്കുവെക്കും. അവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുക്കുകയും ചെയ്യും. 18 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പേജിനുള്ളത്. ഓരോ വീഡിയോകളും 10-30 മില്യൺ ആളുകൾ കാണും. ഉത്തരേന്ത്യയിലെ ഹരിയാനക്കാരൻ, വെറും 29 വയസ്സ് മാത്രം പ്രായം, ജർമ്മനിയിൽ സ്ഥിരതാമസം. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് നോക്കിയാൽ നിറയെ കാണാൻ സാധിക്കുക മോദി സംഘപരിവാർ വിരുദ്ധ വീഡിയോകളാണ്. ഒപ്പം ലോകരാഷ്ട്രീയത്തിൽ നടക്കുന്ന മാറ്റങ്ങളെയും ഏകാധിപതികൾക്കെതിരെയുള്ള നീക്കങ്ങളും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അദ്ദേഹത്തിൻ്റെ അവതരണമുണ്ടാകും. കടുത്ത സംഘപരിവാർ വിമർശകനായതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ കണ്ണിലെ കരട് കൂടിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു പക്ഷേ കോൺഗ്രസിൻ്റെയോ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെയൊക്കെ നേതാക്കളെക്കാൾ ഇന്ന് രാജ്യത്തോട് നിരന്തരം രാഷ്ട്രീയം പറയുന്ന ഒരു യുവാവാകും അദ്ദേഹം. ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന ആകർഷകമായ അവതരണം. BJPയുടെയും മോദിയുടെയും സംഘപരിവാറിൻ്റെയും നയങ്ങളെയും നിലപാടുകളെയും അദ്ദേഹം കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യും. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിറയെ ഇത്തരം വിമർശനങ്ങളാണ്. തങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങളെ ആദ്യം ഭീഷണിപ്പെടുത്തും, പിന്നെ പ്രലോഭിപ്പിക്കും. അതിനും കഴിഞ്ഞില്ലെങ്കിൽ വിലക്കെടുക്കും. എന്നാൽ അതിനൊന്നും വഴങ്ങാത്ത, മുട്ടിലേഴയാത്ത ചുരുക്കം ചിലർ മാത്രമാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലുള്ളത്, ദേശീയ മാധ്യമ മേഖലയിലുള്ളത്. അതിലൊരാളാണ് ധ്രുവ് രാഠി എന്ന ഈ യൂട്യൂബർ. 4 ദിവസം കൊണ്ട് 1,30,00,000 പേർ കണ്ടുകഴിഞ്ഞ വീഡിയോയിൽ മോദി അദ്ദേഹം ഉപമിക്കുന്നത് റഷ്യൻ ഏകാധിപതി വ്ളാഡിമിർ പുടിനോടും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനോടുമാണ്. ഇന്ത്യ ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും വഴിയിലേക്ക് നീങ്ങുകയാണ് എന്നായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. ഇതോടെ കടുത്ത സൈബർ ആക്രമണം അദ്ദേഹം നേരിട്ടു. പക്ഷേ അവർക്ക് മുൻപിൽ പതറാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. തൻ്റെ ജോലി അദ്ദേഹം തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. തൻ്റെ പ്രവൃത്തിയെ വിമർശിക്കാതെ താൻ പറഞ്ഞവയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. അതിനും ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ജർമ്മനിയിലിരിക്കെ ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ കൊന്നുകളയുമെന്ന ഭീഷണി അദ്ദേഹത്തിന് നേരെ സംഘപരിവാർ ഉന്നയിക്കുന്നത്. ആ ഭീഷണിയുടെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ്. തനിക്ക് ഭീഷണി വന്ന പിറ്റേ ദിവസം അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വിമാനം കയറി ഇന്ത്യയിൽ എത്തുന്നു. ഇന്ത്യയിലെ ഇന്ത്യ ഗേറ്റിന് മുൻപിൽ വന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൈകെട്ടി നിൽക്കുകയും അവിടെ ആ പുൽമേടയിൽ ഉലാത്തുകയും ചെയ്യുന്ന ധ്രുവ് രാഠിയാണ് പിന്നീട് നാം കണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭീഷണിക്കും വിരട്ടലിനുമൊന്നും അങ്ങ് നിന്നു തരുന്ന ആളല്ല താൻ എന്ന് സംഘപരിവാറിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം പറയുകയാണ് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോകൾക്കടിയിൽ ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കണം, താങ്കൾ ഒട്ടും സുരക്ഷിതനല്ല എന്നൊക്കെ ആളുകൾ കമൻ്റ് ഇടുന്നെങ്കിലും അയാൾ പതറിയിട്ടില്ല. അതിന് ഉദാഹരണമാണ് അദ്ദേഹം ഈ സംഭവത്തിന് ശേഷവും തൻ്റെ വീഡിയോകൾ നിരുപാധികം തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ആരാണ് ധ്രുവ് രാഠി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഹരിയാനക്കാരനാണ്. ഹിന്ദു ജാട്ട് സമുദായത്തിൽപ്പെട്ട ആളാണ്. 1994 ഒക്ടോബർ 8 അദ്ദേഹത്തിൻ്റെ ജനനം. ഹരിയാനയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മറ്റ് തൻ്റെ ഉന്നത വിദ്യാഭ്യാസങ്ങളെല്ലാം തന്നെ ജർമ്മനിയിലാണ് അദ്ദേഹം നടത്തുന്നത്. 2013 മുതലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ആസ്പദമാക്കി തൻ്റെ വീഡിയോകൾ അദ്ദേഹം തൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ അദ്ദേഹം സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയവും ഭരണപരവും നയപരവും സാമ്പത്തികപരവുമൊക്കെയായ വിവിധ തരം
വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.